ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് ക്രൈസ്തവ ലോകം യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാന തിരുനാൾ ആചരിക്കുകയാണ്. 2 സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഈ മണ്ണിൻ്റെ മടിത്തട്ടിൽ ഒരു മനുഷ്യനായി ജനിച്ച് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായി വളർന്ന് പാപമൊഴികെ എല്ലാ കാര്യങ്ങളിലും മനുഷ്യനോട് തുല്യനായി 30 വർഷം രഹസ്യമായി 3 വർഷം പരസ്യമായി ജീവിച്ച് ജീവിതത്തിൻ്റെ അവസാനത്തിൽ മരക്കുരിശിൽ മരിച്ച് അന്യൻ്റെ കല്ലറയിൽ അടക്കം ചെയ്ത ദൈവപുത്രനായ യേശുക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ലോകചരിത്രത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ചതും ഇനി ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതുമായ ആ ചരിത്ര സംഭവമാണ് ക്രൈസ്തവർ ഈസ്റ്റർ അഥവാ ഉത്ഥാന തിരുനാൾ എന്ന പേരിൽ ആചരിക്കുന്നത്. യേശുവിൻ്റെ ഉത്ഥാനം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. അതുകൊണ്ട് പൗലോസ് അപ്പസ്തോലൻ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ ആരംഭിക്കുന്ന ത്രികാല ജപത്തിൽ നമ്മളിങ്ങനെ ചൊല്ലും: സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും, എന്തെന്നാൽ കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അത് യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് സ്വന്തം ശക്തിയാൽ സത്യമായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഏവർക്കും ഉയിർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ വളരെ സ്നേഹത്തോടെ ആദ്യമേ ഞാൻ ആശംസിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ മരണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്ത് അർത്ഥമാണ് നൽകുന്നത് എന്ന് നമ്മളിന്ന് ചിന്തിക്കുകയാണ്. എല്ലാ മനുഷ്യരും ഒരുപോലെ വെറുക്കുന്നൊരു ശത്രു ഈ ലോകത്തിലുണ്ട്. അത് മറ്റൊന്നുമല്ല, മരണമാണ്. ഈ ലോകത്തിലെ സകല ബന്ധങ്ങളെയും സകല അവൻ്റെ സ്വന്തങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തോട് യാത്ര പറയുന്ന മരണം എല്ലാവരും ഒരുപോലെ വെറുക്കുന്ന ശത്രുവാണ്. എന്നാൽ യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ചിരിക്കുന്നു, അവൻ ജീവിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് പറഞ്ഞതായി തിരുവചനം ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: നിങ്ങൾ എന്തിന് ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നു? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അവനിനി വീണ്ടും മരിക്കുക സാധ്യമല്ല. അവൻ ജീവിക്കുന്നു, നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു, നമ്മുടെ കൂടെ ജീവിക്കുന്നു. ഈ ഉത്ഥാന തിരുനാളിൽ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്, ഉയർത്തെഴുന്നേറ്റവൻ ഇന്ന് എവിടെയാണ് ജീവിക്കുന്നത്? ഒരു ക്രിസ്ത്യാനി ഉയർത്തെഴുന്നേറ്റവനെ കണ്ട് എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക? വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിൽ നിന്ന് ഇന്ന് ഉത്തിതനെ കണ്ടെത്തുന്ന ഏതാനും രംഗങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. 4 വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഉയർത്തെഴുന്നേറ്റവനെ കണ്ട് ജീവിക്കാൻ കഴിയുമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു. അതിൽ 3 രംഗങ്ങൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലും 4-ാമത്തെ രംഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലുമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 9 മുതൽ തുടങ്ങുന്ന തിരുവചനങ്ങൾ ഇങ്ങനെയാണ്: ആഴ്ചയുടെ ദിവസം അതിരാവിലെ മഗ്ദലന മറിയം യേശുവിനെ അടക്കിയിരിക്കുന്ന കല്ലറയിലേക്ക് ചെന്നു. കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതും യേശുവിനെ അടക്കിയിരിക്കുന്ന സ്ഥലം ശൂന്യമായി കിടക്കുന്നതും അവൾ കണ്ടു. തൊട്ടടുത്ത് നിൽക്കുന്ന അപരിചിതനായ മനുഷ്യനോട് തോട്ടക്കാരനെന്ന രീതിയിൽ അവൾ ചോദിച്ചു: നിങ്ങളാണോ യേശുവിനെ എടുത്തുകൊണ്ടുപോയത്? അവൻ എവിടെ വെച്ചു എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. പ്രിയമുള്ളവരെ, യേശു മറിയത്തിൻ്റെ പേര് വിളിച്ചു. അവൾ യേശുവിനെ തിരിച്ചറിഞ്ഞു. ഉത്ഥാനം ചെയ്ത കർത്താവ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലന മറിയത്തിനാണെന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. എന്തുകൊണ്ട് സ്വന്തം അമ്മയ്ക്കാകാതെ പോയി? 9 മാസം ഉദരത്തിൽ ചുമന്ന് ശരീരത്തിൻ്റെ മജ്ജയും മാംസവും ഭക്ഷണമായി നൽകി നൊന്ത് പ്രസവിച്ച് കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ മകൻ്റെ കൂടെ ഒരു നിഴല് പോലെ അനുഗമിച്ച പരിശുദ്ധ കന്യകാ മറിയത്തിനല്ലേ ഈശോ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടേണ്ടിയിരുന്നത്? കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നു, യേശു പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലന മറിയത്തിനാണ് ആദ്യത്തെ ദർശനമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു രഹസ്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന യേശുവിനെ കാണാൻ
മറിയവും സഹോദരരും വന്നതുമായിട്ടുള്ള ഒരു രംഗമുണ്ട്. 8-ാമത്തെ അധ്യായം 19 മുതൽ 21 വരെ വാചകങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ജനക്കൂട്ടം യേശുവിനോട് പറഞ്ഞു, നിൻ്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണാൻ വന്നിരിക്കുന്നു. ഈശോ ചോദിച്ചു, ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും? എന്നിട്ട് അവൻ തന്നെ മറുപടി പറഞ്ഞു, ആരൊക്കെ ദൈവവചനം ശ്രവിച്ച് അതനുസരിച്ച് ജീവിക്കുന്നുണ്ടോ അവരെല്ലാം എൻ്റെ അമ്മയാണ്, എൻ്റെ സഹോദരരാണ്. ആരൊക്കെ പാപജീവിതത്തിൽ നിന്ന് പുണ്യത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വരുന്നുവോ അവരെല്ലാം അവൻ്റെ അമ്മയാണ്, സഹോദരങ്ങളാണ്. മഗ്ദലന മറിയം ഒരു വേളയിൽ പാപിനിയായിരുന്നു. എന്നാൽ പാപത്തിൻ്റെ വഴിയിൽ നിന്ന് പുണ്യത്തിൻ്റെ വഴിയിലേക്ക് അവൾ സഞ്ചരിക്കാൻ തുടങ്ങി. ഇന്ന് ഉത്തിതനെ മനുഷ്യൻ കണ്ടുമുട്ടുന്ന ആദ്യത്തെ രംഗം അത് പാപസങ്കീർത്തന വേദിയാണ്. പാപിയെ വിശുദ്ധനാക്കി മാറ്റുന്ന പാപസങ്കീർത്തന വേദിയിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഉത്തിതനെ കണ്ടെത്തുന്ന രണ്ടാമത്തെ രംഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. യഹൂദരെ ഭയന്ന് ശിഷ്യന്മാർ പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ കതകടച്ചിരിക്കെ അരൂപി പോലെ അവൻ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു. അവൻ്റെ കരങ്ങളും പാർശ്വങ്ങളും അവരെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. പ്രിയപ്പെട്ടവരെ, ഉത്തിതനെ നമ്മൾ കണ്ടുമുട്ടുന്ന രണ്ടാമത്തെ രംഗം അത് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. ആരൊക്കെ എവിടെയൊക്കെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ഒരുമിച്ച് കഴിയുന്നുണ്ടോ അവരുടെ ഇടയിൽ ഉത്തിതൻ്റെ സാന്നിധ്യമുണ്ട്. കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ഒരുമിച്ച് ചേരുമ്പോൾ ഉത്തിതൻ്റെ സാന്നിധ്യമുണ്ട്. കുടുംബ കൂട്ടായ്മകളിൽ ഭവനങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ അവർക്കിടയിൽ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുണ്ട്, ഉത്തിതൻ്റെ സാന്നിധ്യമുണ്ട്. തീർച്ചയായിട്ടും സഭാ സമൂഹങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന വേദിയിൽ ഉത്തിതൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് സഭ നമ്മെ പഠിപ്പിക്കുന്നു, ഉത്തിതനെ ഇന്ന് കണ്ട് ജീവിക്കാൻ കഴിയുന്ന രണ്ടാമത്തെ രംഗം സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. മൂന്നാമത്തെ രംഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ തുടർന്ന് നമ്മൾ വായിക്കുന്നു. 8 ദിവസങ്ങൾക്ക് ശേഷം അവൻ തോമാസ്ലീഹയ്ക്ക് വേണ്ടി മാത്രമായി പ്രത്യക്ഷപ്പെട്ടു. പ്രഥമ ദർശനത്തിൽ ശിഷ്യന്മാരോടുകൂടെ തോമാസ്ലീഹയ്ക്ക് ഉത്തിതനെ കാണാൻ കഴിഞ്ഞില്ല. സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർക്ക് നഷ്ടപ്പെടുന്നത് ഉത്തിതൻ്റെ സാന്നിധ്യമാണെന്ന് തോമാസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ മറ്റ് ശിഷ്യന്മാർ പറഞ്ഞു, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. തോമാസ്ലീഹ പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്നവൻ, എന്നെ സ്നേഹിക്കുന്നവൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എനിക്കവനെ കാണണം. കണ്ടാൽ മാത്രം പോരാ, എൻ്റെ കൈ കൊണ്ടുപോയി അവൻ്റെ വിലാവിൽ സ്പർശിക്കണം. തിരുവചനം രേഖപ്പെടുത്തുന്നുണ്ട്, 8 ദിവസങ്ങൾക്ക് ശേഷം തോമാസ്ലീഹായ്ക്ക് വേണ്ടി മാത്രമായി ഉത്തിതൻ പ്രത്യക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, സ്നേഹപൂർവ്വം ശാഠ്യം പിടിക്കുന്നവൻ്റെ മുൻപിൽ ഉത്തിതനായ കർത്താവ് കടന്നുവരും, അവന് ദർശനം നൽകും. നാലാമത്തേതും അവസാനത്തേതുമായ രംഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 13 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നു. അതിങ്ങനെയാണ്, യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം 2 ശിഷ്യന്മാർ എമ്മാവൂസ് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് പലതിനെക്കുറിച്ചും അവർ സംസാരിച്ചു. വഴിയാത്രയിൽ അപരിചിതനെപ്പോലെ ഒരു മനുഷ്യൻ ശിഷ്യന്മാരുടെ കൂടെ കൂടി. അവൻ പലതിനെക്കുറിച്ചും വ്യാഖ്യാനിച്ചും പഠിപ്പിച്ചും അവർ യാത്ര തുടർന്നു. പിരിഞ്ഞു പോകേണ്ട ഗ്രാമത്തോടടുത്തെത്തിയപ്പോൾ അപരിചിതൻ വിട വാങ്ങി പിരിയാൻ ഒരുങ്ങിയപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഈ രാത്രിയിൽ ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാം. ശിഷ്യന്മാർ നിർബന്ധത്തിൻ്റെ മുൻപിൽ അപരിചിതൻ ആ രാത്രിയിൽ ശിഷ്യന്മാരുടെ കൂടെ ഭക്ഷണത്തിനിരുന്നു. തിരുവചനം രേഖപ്പെടുത്തുന്നു, അവൻ അപ്പമെടുത്ത് ഉയർത്തി ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു. ശിഷ്യന്മാരുടെ കണ്ണു തുറന്നു. അവർ പറഞ്ഞു, ഇത് യേശുവാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഉത്തിതനെ കണ്ടുമുട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രംഗം വിശുദ്ധ കുർബാനയാണ്. അപ്പം മുറിക്കുന്ന വേദിയിൽ അവൻ നമുക്ക് തിരിച്ചറിയുന്ന രൂപത്തിലും ഭാവത്തിലും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, അവൻ തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ? അതെ പ്രിയമുള്ളവരെ, ജീവനുള്ള യേശുവിൻ്റെ സാന്നിധ്യമുള്ള വചനം വായിക്കുമ്പോൾ ഹൃദയം ജ്വലിക്കും. അപ്പം മുറിക്കുന്ന വേദിയിൽ അവനെ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയും. ഇന്ന് ഉത്ഥാന തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ ഉത്തിതനെ കണ്ട് ജീവിക്കേണ്ടവനാണ് ഒരു ക്രൈസ്തവൻ. അവൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന യേശുവിനെ കണ്ടെത്താൻ കഴിയാതെ ജീവിച്ചാൽ അതാണ് ഏറ്റവും വലിയ ദുരന്തം. ഒരു പക്ഷേ ഇന്നത്തെ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്
അവന് കണ്ടുമുട്ടി ജീവിക്കാൻ കഴിയുന്ന 4 പ്രധാനപ്പെട്ട രംഗങ്ങൾ. ഒന്നാമത്തേത് പാപസങ്കീർത്തന വേദി, രണ്ടാമത്തേത് സ്നേഹത്തിൻ്റെ കൂട്ടായ്മ, മൂന്നാമത്തേത് സ്നേഹപൂർവ്വമുള്ള ശാഠ്യം പിടിക്കൽ, നാലാമത്തേത് അപ്പം മുറിക്കുന്ന ബലിവേദി. നമുക്ക് ഉത്തിതനോട് പ്രാർത്ഥിക്കാം. ഉത്ഥാനം ചെയ്തവൻ നമ്മുടെ മുൻപിൽ സത്യമായിട്ടും ജീവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഉയിർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.